എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു 3 പ്രധാനപ്പെട്ട പരസ്യ ഏജൻസികളെക്കുറിച്ചാണ്. അവർ നമ്മുടെ ഇടയ്ക്കുണ്ടെങ്കിലും അവർ ഈ പണി ചെയ്യുമെന്ന് നമുക്കറിയില്ല. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്സാണ് അതറിയാൻ സാധിച്ചത്. അതിൻ്റെ വിശദവിവരങ്ങളും ഏജൻസിയുടെ പേരെല്ലാം നിങ്ങളെ ഞാൻ അവസാന ഭാഗമായി പറയുന്നതായിരിക്കും. നമുക്കറിയാം, ഈ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ വേടൻ എന്നുള്ള ഒരു ബാനറിൽ കുറേ കലാപരിപാടികളൊക്കെ കാണിച്ചു. അതിൻ്റെ ആ പരിപാടികൾ പ്രതിഷേധിച്ച് ഒരു ഏജൻസി കുറച്ച് ശബ്ദമുയർത്തി. പക്ഷെ എങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ അങ്ങോട്ട് മനുഷ്യ മനസ്സുകളിൽ എത്തിക്കാൻ സാധിച്ചു. അവർ അതിൽ ആസ്വാദനം കണ്ടെത്തും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വേണമെന്നുള്ള പേരിൽ നടത്തിയ കലാമാലകളിൽ ഉപയോഗിച്ച ചില പദ്യങ്ങൾ, ചില വരികൾ ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരെ അത് റെക്കോർഡ് ചെയ്യാനെന്നുള്ളൊരു ശ്രമത്തിലാണ് നടക്കുന്നു. നല്ലത്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഇതെന്നാണ് സിംബ എന്നും പറഞ്ഞൊരു നൃത്ത പരിപാടി. സിംബ എന്ന് പറഞ്ഞാൽ അത് വലിയ തമാശയാണ്. അത് വളരെ പ്രോബ്ലംസൊക്കെ ഉണ്ടാക്കിയ ഒരു കേസാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനും അതിൻ്റേതായ നല്ല കുറച്ച് പരസ്യങ്ങൾ കിട്ടി. ഈ പരസ്യം പൈസ ഇല്ലാതെ ഇവർ വളരെ ടെക്നിക്കലായിട്ട് അതിന് മാർക്കറ്റിംഗ് ചെയ്തെടുത്തു. ഇപ്പോൾ ഓരോ കമ്പനികളിലും ഒരു മാർക്കറ്റ് ചെയ്യണമെങ്കിൽ സെലിബ്രിറ്റീസിനൊക്കെ കൊടുക്കുന്ന കോടികളാണ് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചില ഏജൻസികൾ നമ്മുടെ ഉള്ളിൽ ഒരു 2-3 ഏജൻസികളുള്ളവർ നമുക്കറിയില്ല. ഇപ്പോഴാണ് അതറിയുന്നത്. പക്ഷേ ആ ഏജൻസിയെ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ച ആ ബ്രെയിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അവരെയാണ് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. എനിവേ, ഈ സിംബ എന്നും പറഞ്ഞാൽ ഈ ഒരു പരിപാടി സംഗതി കാര്യത്തിലൊന്നുമില്ല. അതിപ്പോൾ ഒരു വലിയൊരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? നാം എല്ലാ ദിവസവും ചെയ്യാറുള്ള യോഗയുടെ കുറച്ച് ഭാഗങ്ങളും പിന്നെ നമ്മുടെ കളരിപ്പയറ്റിൻ്റെ ചില ഭാഗങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടി ഇണക്കിയ ഒരു സാധനമാണ്. അപ്പോൾ ഈ യോഗ അതിൽ വന്നപ്പോൾ വേറെന്തോ ഒരു പ്രത്യേക വിഭാഗം വളരെ ഇൻട്രസ്റ്റ് എടുത്ത് ഭരണകക്ഷി നമ്മുടെ പ്രധാനമന്ത്രി മോദി, അമിത്ഷാ ഇവരൊക്കെ എല്ലാം ഈ വലിയൊരു ബഹളമൊക്കെ നടത്തിയ ക്യാമ്പയിൻ നടത്തിയിരുന്നല്ലോ. അതായത് യോഗയെക്കുറിച്ച്. നല്ലതാണ്, ഹെൽത്ത് വൈസ് നല്ലൊരു ആവശ്യമുള്ള ഘടകമാണ്. പക്ഷെ അതിൻ്റെ പ്രസൻറ്റേഷൻ ഈ രാഷ്ട്രീയ ലെവലിൽ വന്ന കാരണം അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ബട്ട് എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു ഓഫീസ് വർക്കിംഗ് ടൈമിൽ തന്നെ അവർ കുറച്ച് സമയം കണ്ട് 2-3 മിനിറ്റൊക്കെ എടുത്തിട്ട് അവരുടെ ഈ സെൽഫായിട്ടൊരു ബ്രെയിൻ ഇതിനെല്ലാം കൂടെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി കൈക്ക് കാലിനെല്ലാം ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ രീതിയിലൊരു വ്യായാമങ്ങളൊക്കെ നടത്തി. ഇപ്പം നമ്മുടെ ലോങ് അവേഴ്സൊക്കെ ഇപ്പോൾ അമേരിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ ഒത്തിരി നീണ്ട മണിക്കൂർ കൈകാലിനൊക്കെ ചെറിയ ചലനങ്ങളുണ്ടാകാൻ ചെറിയ എക്സസൈസൊക്കെ അവർ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. പക്ഷേ ഇവിടെ മറ്റൊരു കളർ കൊടുത്തു. അത് സ്കൂളിൽ രാവിലെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം, കുറച്ച് മിനിറ്റ് അത് കഴിക്കണം, പിള്ളേരുടെ ബ്രെയിൻ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഇത് സാധാരണ രാവിലെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാവരും ചെയ്യാറില്ല. ഈവൻ ഞാനടക്കം നമ്മളെല്ലാം ചെയ്യുന്നതാണ്. അതിനെ വേറൊരു രീതിയിൽ റാപ്പ് ചെയ്ത് നല്ല മോഡിഫൈ ചെയ്ത് നല്ല കവറിട്ട് നല്ല ഇതൊക്കെ എല്ലാം കൊടുത്തുകൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. സിംബ എന്നുള്ളൊരു വിളി. സിംബോ ഈവൻ എന്താണെന്നറിയില്ല, അങ്ങനെയുള്ള പേരിൽ അത് വലിയ ഇങ്ങനെ സിംബോ കളിച്ച് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തേവരക്കരയിൽ പയ്യൻ മരിച്ചുപോയി, അതായത് മരണപ്പെട്ട് ഷോക്കേറ്റ്. അപ്പം നമ്മുടെ ഈ മൃഗങ്ങളെ നോക്കുന്ന മൃഗമന്ത്രി ആനിമൽ സംതിങ് ലൈക്ക് ദ ജിഞ്ചൂറാണ്. എനിക്ക് പേര് വരെ ശരിക്കും അറിയില്ല, കാരണം അതിൻ്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അവർ ആ നൃത്ത ലഹരിയിൽ അബദ്ധവാകശ എന്തൊക്കെയോ പറഞ്ഞു പോയി. പിന്നെ അതൊരു വലിയ കോലാഹലങ്ങളായി. എന്തായിരുന്നാലും ഇപ്പോൾ ഇത് കത്തി നിൽക്കുന്ന 2 സംഭവങ്ങളാണ്, വേടൻ്റെ പരിപാടിയും ഈ സിംബ പരിപാടിയും. ഇത് ഇപ്പോൾ കോളേജിലെല്ലാത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാര്യത്തിൽ ഒന്നുമില്ല. ടോട്ടൽ ഇത് മനുഷ്യനെ ഫൂളാക്കാൻ വിടിയാക്കാൻ വേണ്ടി കാട്ടിക്കൂടിയ കോലാഹലങ്ങളാണ്. പക്ഷേ ഇത് ഇത്രയും പ്രസക്തിയിലേക്ക് ഉയരാൻ കാരണം
അതിൻ്റെ ഓടിക്കളൻ്റെ മാർക്കറ്റിംഗ് ഏജൻസിയുടെ എബിലിറ്റിയാണ്. ആരാണ് ഈ മാർക്കറ്റിംഗ് ഏജൻസി? 3 പേരാണ് അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തത്. ആരൊക്കെയാണെന്നറിയുമോ? അവരുടെ ആ ഒരു നല്ല രീതിയിലുള്ള വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഈ സിംബോയും സിംബോ ദെൻ ഓടിക്കള ഈ വേടൻ്റെ ഈ പരിപാടികളൊക്കെ നടന്നത്. ആ ഒരു പങ്കൻ്റെ നല്ല ലെവലിലായിപ്പോയി. അതിലിപ്പോൾ എല്ലാവരും ഇടപെട്ട്, അതിന് മന്ത്രി ഇടപെട്ട്, പാർട്ടി ഇടപെട്ട് ഒക്കെ ഇടപെട്ട് കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ അവസാനം അറിഞ്ഞത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഏജൻസിയായിട്ട് എടുത്തത് 3 ഡയറക്ഷൻ, അതായത് സംഘി, കൊങ്കി, കമ്മി, ഇങ്ങനെയുള്ളൊരു 3 ആൾക്കാരാണത്. നമ്മൾ അറിയുന്നവരാണല്ലോ. കാരണം ഇതിൽ ആദ്യം കയറി ഇടപെട്ടത് സംഖ്യയാണ്. സംഖ്യക്ക് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഇതുണ്ടല്ലോ ഓടികൾ യോഗയാണ് അതിൽ കൂടുതലായി വന്നിരിക്കുന്നത്. അപ്പോൾ യോഗ തിരിക്കുമ്പോൾ അതൊരു BJPയുടെ ഒരു ഇതാണെന്ന് പറഞ്ഞ് നമ്മുടെ സംഖ്യയ്ക്കും അതൊരു കൊങ്കയ്ക്ക് പിടിച്ചില്ല. കൊങ്കി കയറിയാൽ ഡിസ്റ്റർബ് അത് അവർക്ക് ബുദ്ധിമുട്ടായി തോന്നി. അതങ്ങനെ അവർക്ക് വിടാൻ പറ്റില്ല. ഇതെല്ലാം പാർട്ടി ലെവലിൽ പോകുന്ന കളിക്കുന്ന കളിയാണ്. അപ്പോൾ ഈ കമ്മിക്കും അത് സഹിച്ചില്ല. അതെങ്ങനെ? ഇപ്പോൾ ഒരു ഭരണപക്ഷത്തിൽ എല്ലാവരും ഒരു സ്കൂൾ തലങ്ങളിൽ അവരുടേതായ ആ ഒരു കോൺസെപ്റ്റ് ചേർക്കുന്ന ഒട്ടുമല്ല. വെറുതെ മണ്ടൂസ് മനുഷ്യനെ മടയനാക്കാൻ വേണ്ടി, പബ്ലിക്കിനെ ഫൂളാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോലാഹലങ്ങളാണ്. അതിനൊരു പേരും കൊടുത്ത് രാവിലെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഈ പിള്ളേർക്കൊക്കെ രാവിലെ ഉണർന്നാലും ഓഫീസിൽ പോകണം. അവർ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ 5-10 മിനിറ്റ് ജസ്റ്റ് ഒരു എക്സസൈസിൻ്റെ സമയം കണ്ടെടുത്താൽ മതി. അതിന് ഈ കോലാഹലം കാണിക്കുന്ന മന്ദിരത്തോട്ടും അത് യോഗയാണ്, സംഖ്യയാണ്, കൊങ്കിയാണ്, കമ്പിയാണെന്നും പറഞ്ഞൊക്കെ ഇതെല്ലാം കൂടെ ചേർന്ന് ഇതെല്ലാം ഈ ആഷ്പൂഷ കാണിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അതായത് മനുഷ്യനെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഈ 3 കൂടെയൊക്കെ ചേർന്ന് നിന്ന് നമ്മളെ വിഡിയാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടും. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവർ 3 കൂട്ടരും കൂടെ ചേർന്നത് മാർക്കറ്റ് കിടന്ന ഒന്നാണ്. ഒരേ കോൺസെപ്റ്റ്. അതിൻ്റെ അവസാനം ഇതിൻ്റെ ബെനിഫിറ്റ് അവർ തന്നെയാണ് എടുക്കുന്നത്. അവരിങ്ങനെ ഭാഗത്ത് ഡിവൈഡ് നിങ്ങൾ എടുക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾ വിചാരിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ അതിനെ ആരെയും ഇനി വിളിക്കണ്ട, ഒരു സെലിബ്രിറ്റിയും വിളിക്കണ്ട, അവനൊരു കോടികളും മുടക്കേണ്ട, ലക്ഷങ്ങളും മുടക്കേണ്ട, ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഒന്നും വേണ്ട. ഈ 3 വിളിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി, അവരങ്ങ് ആയിക്കോളും. പിന്നെ അത് ചെന്ന് അത് അവർക്കറിയാം എന്താണ് അവരെന്തെങ്കിലും ഒരു സിംറ്റംസ് കണ്ടെത്തിക്കോളും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് സംഗി, കൊങ്കി, കമ്മി. അവരൊക്കെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ല സൂപ്പറായിട്ട് അവർ മാർക്കറ്റ് ചെയ്തതിനും 10 പൈസ കൊടുക്കണ്ട, എന്തെങ്കിലും ചെറിയൊരു ഡൊണേഷനോ കാര്യം കൂടെ കൊടുത്താൽ മതി. അപ്പോൾ സംഖ്യ അവരുടേതായ ലെവലിലോട്ടുള്ള എന്തെങ്കിലും അതിൽ ഒരു ചായം പൂശിക്കോളും. എന്തെങ്കിലും അവരുടെ കളറോ ലോഗോയുടെ എന്തെങ്കിലും സംതിങ്, കൊടി കളറോ എന്തെങ്കിലും. സംഖ്യ വരുമ്പോൾ കൊങ്കി അവരുടേതായ എന്തെങ്കിലും അതും ചേർത്തോളൂ. അപ്പോൾ കമ്മിയും അതും ചേർത്തോളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിൻ്റെ പരസ്യം കിട്ടണമെങ്കിൽ ഈ 3 ഗ്രൂപ്പിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അവർക്കറിയാതെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന്. ഇതുവരെയൊക്കെ ഈ രഹസ്യം നമുക്ക് അറിയില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് വിഷമിക്കേണ്ട. ഏത് പ്രോഡക്റ്റിന് എന്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു കളർ വരച്ചു കൊടുത്താൽ മതി. ഒന്നിലെ കോൺഗ്രസിൻ്റെ ചിഹ്നം, അല്ല കമ്മ്യൂണിസ്റ്റിൻ്റെ ചിഹ്നം, അല്ലെങ്കിൽ എന്താ മറ്റേ ഈ നമ്മുടെ BJPയുടെ എന്തൊക്കെ ഒരു ചിഹ്നത്തിൽ എന്തെങ്കിലും ഒന്ന് ടച്ചിങ് കൊടുത്താൽ മതി. കാര്യം ഇവൻ്റ് ഉണ്ടാകുമ്പോൾ ഇവർ 3 കൂടെ തമ്മിലിടിക്കും. ഈ പരസ്പരം 3 കൂടെ തമ്മിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഇത്, അതായത് ഈ എല്ലും കഷണം കണ്ട പട്ടികളെല്ലാം ഒന്ന് പിടിക്കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ആ കിട്ടുന്നവരിൽ ഇടിയും പിടിയും പരാക്രമം കാണിച്ച് അത് കയ്യിൽ കിട്ടാൻ വരുമ്പോൾ ഇവനൊക്കെ അങ്ങോട്ട് ക്വയറ്റായിട്ടിരുന്നു. ഇവരൊക്കെ പട്ടികളെ, നമ്മുടെ നായ്ക്കൾ, തെരുവ് നായ്ക്കളുടെ കാര്യമായി പറയുന്നത്. ഞാൻ അതുപോലെ സംഖ്യയും കൊങ്കിയും മങ്കിയൊക്കെ ഒന്നും ഞാൻ താരതമ്യപ്പെടുത്തുന്നില്ല. അതൊരു പാർട്ടിയാണ്, അതൊരു സംഘടനയാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ചില നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ഹോട്ടൽ തുടങ്ങിയാലും എന്ത് തുടങ്ങിയാലും ഏത് തുടങ്ങിയാലും ദയവ് ചെയ്ത്, ഇപ്പോൾ സിനിമാക്കാരൊക്കെ തന്നെ കണ്ടില്ല, എന്തോ ഈ സിനിമയിലൊക്കെ ഇപ്പോൾ ഈ പൃഥ്വിരാജൊക്കെ എടുത്ത പടത്തിനൊക്കെ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ. പിന്നെന്തോ ജാനകിയോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇനിയുള്ള മാർക്കറ്റിംഗ് എന്ത് വേണമെങ്കിലും ഈ സംഖ്യയ്ക്കും കൊങ്കിക്കും കമ്മിക്കും അങ്ങോട്ട് കൊടുക്കുക. ദേ വിൽ ഡു എ ഗുഡ് മാർക്കറ്റിംഗ്. ഇതൊരു വലിയൊരു പുതിയൊരു അറിവാണ്.
വലിയൊരു അറിവാണ് ഇത്. എക്കണോമിക്കലി ഇത് ഗവൺമെൻറ്റിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇതിലെല്ലാവരും ഉണ്ടാകും. മന്ത്രി ഉണ്ടാകും, പ്രതിപക്ഷം ഉണ്ടാകും, ഭരണപക്ഷം ഉണ്ടാകും, പിന്നെ ഒക്കെ പാർട്ടിക്കാർ ചേർന്ന് ഇതിന് വേണ്ട മാർക്കറ്റിംഗ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കി തരാം. സോ കാണാം വീണ്ടും അടുത്ത ഇതിനെ. ഈ ഏജൻസിയെക്കുറിച്ച് കൂടുതൽ മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹമുണ്ട്. ഇവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ആ 3 ഏജൻസിയും ഉയരങ്ങളിലേക്ക് അങ്ങോട്ട് പറക്കട്ടെ. നമ്മുടെ പ്രോഡക്റ്റ് ഇതിൽ കൂടെ മാർക്കറ്റ് ചെയ്യാം. കാണാം വീണ്ടും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.